പ്രധാന അപ്ഡേറ്റ്. കേരള PSC 10ാം ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഓഗസ്റ്റ് 1 സ്റ്റേജ് 3, 4 ഹാൾ ടിക്കറ്റ് ഇപ്പോൾ തുളസി പ്രൊഫൈലിൽ ലഭ്യമാണ്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, പരീക്ഷാ ദിവസം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നിവ ഈ വീഡിയോയിൽ അവസാനം വരെ കാണൂ. ഏറ്റവും പ്രധാന വിവരം ആദ്യം. 10ാം ലെവൽ പ്രാഥമിക പരീക്ഷയുടെ സ്റ്റേജ് 3, 4 ഘട്ടങ്ങൾ ഓഗസ്റ്റ് 1 ശനിയാഴ്ചയാണ് നടക്കുന്നത്. ഇതിന്റെ ഹാൾ ടിക്കറ്റ് ഇപ്പോൾ നിങ്ങളുടെ തുളസി പ്രൊഫൈലിലെ അഡ്മിഷൻ ടിക്കറ്റ് വിഭാഗത്തിൽ ലഭ്യമാണ്. നേരത്തെ കൺഫർമേഷൻ പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാൻ കഴിയൂ. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന വിധം. ആദ്യം തുളസി വെബ്സൈറ്റിൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യൂ. ഡാഷ്ബോർഡിൽ അഡ്മിഷൻ ടിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യൂ. അവിടെ 10ാം ലെവൽ പ്രിലിംസ് പരീക്ഷ തിരഞ്ഞെടുത്ത് PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കൂ. പരീക്ഷാ കേന്ദ്രം, റിപ്പോർട്ടിംഗ് സമയം, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ശ്രദ്ധയോടെ പരിശോധിക്കൂ. പരീക്ഷാ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രിന്റ് ചെയ്ത ഹാൾ ടിക്കറ്റും സാധുവായ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും നിർബന്ധമായും കൊണ്ടുപോകണം. ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് സമയത്തിന് മുമ്പേ പരീക്ഷാ കേന്ദ്രത്തിലെത്തുക. ഓർക്കുക, തെറ്റായ ഓരോ ഉത്തരത്തിനും 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കായി കുറയ്ക്കും. അതിനാൽ ഉറപ്പില്ലാത്ത ചോദ്യങ്ങളിൽ ജാഗ്രത വേണം. ഡ്രസ് കോഡും നിരോധിത വസ്തുക്കളും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഹാൾ ടിക്കറ്റിൽ വായിക്കൂ. ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. 10ാം ലെവൽ, അതായത് SSLC യോഗ്യതയുള്ള നിരവധി പോസ്റ്റുകളുടെ പൊതു സ്ക്രീനിംഗ് പരീക്ഷയാണിത്. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായതിനാൽ പല ഘട്ടങ്ങളായാണ് നടത്തുന്നത്. ജൂലൈ 18 സ്റ്റേജ് 1, 2 ഘട്ടങ്ങൾ LGS, ബെവ്കോ LDC, സ്റ്റോർമാൻ ഉൾപ്പെടെ. ഓഗസ്റ്റ് 1 സ്റ്റേജ് 3, 4. ഇന്ന് ലഭ്യമായ ഹാൾ ടിക്കറ്റ് ഓഗസ്റ്റ് 1 ഘട്ടത്തിനുള്ളതാണ്. നിങ്ങളുടെ പരീക്ഷാ ഘട്ടവും തീയതിയും ഹാൾ ടിക്കറ്റിൽ ഉറപ്പാക്കൂ. ഹാൾ ടിക്കറ്റ് റിലീസ്, ആൻസർ കീ, പുതിയ വിജ്ഞാപനങ്ങൾ, ദിവസവും കറന്റ് അഫയേഴ്സ് എല്ലാം ഏറ്റവും ആദ്യം അറിയാൻ PSC ഡെയിലി മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ആക്കൂ. ഓഗസ്റ്റ് 1 പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കൂ. തീയതികളും വിവരങ്ങളും ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരിക്കൽ കൂടി പരിശോധിക്കാൻ മറക്കരുത്. എല്ലാവർക്കും വിജയാശംസകൾ.